അസ്സലാമു അലൈക്കും ഗായ്സ്. നല്ലൊരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ ചിക്കനോ ബീഫോ മുട്ടയോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. വെളുത്ത അവലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കളറുള്ള അവൽ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇതിനൊന്ന് കഴുകിയിട്ട് എടുക്കണം. ഒരു 3-4 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് വരണം. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഇത് പൊടികളൊന്നും ഇല്ലെന്ന്. കഴുകുമ്പോൾ അത് നമുക്കറിയാം നല്ലോണം പൊടിയോ ഇതൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊന്ന് 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ഞാനിപ്പോൾ വരാം. അങ്ങനെ ഇപ്പോൾ വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. അതിനൊരു പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത്രയും മതി, 1 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. അതൊന്ന് ചൂടായി വരണം. ചൂടായതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ്, ചെറിയ ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂൺ വരെ കരിഞ്ജീരകം ചേർക്കുക. ഇത് കയ്യിലില്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്താലും മതി. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഉപ്പൊക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നല്ലവണ്ണം തിളക്കുന്നുണ്ട്. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് 1 കപ്പ് റവ ചേർക്കാം. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാം കൂടി ഇത് മിക്സാക്കി എടുക്കണം. വളരെ കുറച്ചിട്ട് വേണം ഇത് റവ ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കട്ടയില്ലാതെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ റവയ്ക്ക് നല്ലവണ്ണം ഉറച്ചിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ഒരു പുഴുങ്ങിയ ചെറിയൊരു ഉരുളക്കിഴങ്ങാണ്. നമുക്ക് ഇതേപോലത്തെ ഒന്ന് വെച്ചിട്ട് നമുക്കിതിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് മിക്സായി കിട്ടും. ഇനി നമുക്കിതിൽ തീ ഓഫ് ചെയ്യാം. ഇതൊന്നിങ്ങനെ ചിരണ്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് മാറ്റാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അവലുണ്ടല്ലോ, അതിലോട്ട് ഒരു ചെറിയ കുഞ്ഞ് കഷ്ണം ഉള്ളി ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണം. വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ 2 പച്ചമുളക്, അതായത് പച്ചമുളക് ചുവന്നതാണ്. പച്ചമുളക് ഇങ്ങനെ ചുവന്നിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. അതിനായിട്ട് ഞാനിപ്പോൾ ഈ ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തത്. അതിനൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ക്യാപ്സിക്കം ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്തെടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ക്യാപ്സിക്കത്തിൻ്റെ. ഇനി ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. ഇത് എരിവില്ല, നല്ല കളറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്തത്. അതോടൊപ്പം തന്നെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കാം, കൂടിപ്പോകരുത്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് തൈരുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ തന്നെ ചാറ്റ് മസാല ചേർക്കാം. നല്ലൊരു ഫ്ലേവറാണ്. 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. എന്നിട്ട് മിക്സാക്കി കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞു, ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഈ മസാലയിൽ ഉപ്പുണ്ട്, ചാറ്റ് മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ കൂടിപ്പോകരുത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു കുഞ്ഞുരുളക്കിഴങ്ങ് വീണ്ടും പുഴുങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് കൈകൊണ്ട് ഒടിച്ചെടുത്തതാണ്. അതും കൂടി ചേർക്കുക. ഇത് ഈ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ നല്ല ടേസ്റ്റാണ്. വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ താഴെ നല്ല ജീരകം ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്നും കൂടി മിക്സാക്കി എടുക്കാം. ഇത്രയും മതി മസാലയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള റവ കൂട്ടുണ്ടല്ലോ, അതെന്തായി നോക്കാം. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് ബോളാക്കി മാറ്റുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ നടുക്ക് കുഴിയായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ അതിന് വേണ്ടി പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് 1 സ്പൂണോ 2 സ്പൂണോ എത്ര നിങ്ങൾക്ക് ഫില്ലിങ് വേണം അത്രയും വെച്ച് കൊടുക്കുക. പുറത്ത് പോകാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ശേഷം നമുക്കൊന്ന് ഇതൊന്ന് മൂടിയെടുക്കാം. ഇതേപോലെ ഒന്ന് മൂടിക്കൊടുത്താൽ മതി. ഫില്ലിങ് പുറത്ത് പോകാതെ വേണം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാനായിട്ട്. കുഴുക്ക് പരത്തി ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതേപോലുള്ള ഒരു ഷേപ്പ് കിട്ടും. ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ ആക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, 1 കപ്പ് റവയിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അങ്ങനെ ഇപ്പോൾ ഓയിൽ നല്ലവണ്ണം ചൂടാവണം. ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് ഓയിൽ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഇനി നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈ ആയതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അതിന് മുമ്പായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്നും ഇളക്കാൻ നിൽക്കണ്ട. ഇത് റവ അതിൻ്റെ പേര് സോഫ്റ്റ് അല്ലേ, അപ്പോൾ ഇതൊന്ന് മുറിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം ഇങ്ങനെ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി ആ സൈഡും ഇതേപോലെ ഒന്ന് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നല്ലൊരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.